ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന തരത്തിൽ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചതിന് പിന്നാലെ കോഴിക്കോട് സ്വദേശിയായ ദീപക് എന്ന യുവാവ് ജീവനൊടുക്കിയ സംഭവം വലിയ രീതിയിൽ വിവാദമായ ചർച്ചയായ ഒന്നായിരുന്നു. ഈ സംഭവത്തിലെ പ്രതിയായ ജിംഷിദ മുസ്തഫയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിരുന്നു. ദീപകിന്റെ മരണശേഷം പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യം ശക്തമായി. ഇപ്പോഴിതാ തമ്മിൽ എന്ന പരിപാടിയിൽ പങ്കെടുത്ത് വേണോ പുരുഷ കമ്മീഷൻ എന്ന വിഷയത്തിൽ നടി മായ വിശ്വനാഥ് നടത്തിയ പ്രതികരണം ശ്രദ്ധ നേടുകയാണ്. വർഷങ്ങൾക്ക് മുൻപ് അവസാനിപ്പിച്ച ബന്ധത്തിന്റെ പേരിൽ പുരുഷന്മാർക്ക് എതിരെ പരാതി കൊടുക്കുന്നത് കേരളത്തിൽ ഒരു ഫാഷനായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് മായ വിശ്വനാഥ് പറയുന്നത്. പുരുഷന്മാർക്കും ഇമോഷൻസ് ഉണ്ട്, സമൂഹം മനസ്സിലാക്കണമെന്നും താരം പറയുന്നു. സ്ത്രീ പുരുഷൻ എന്ന് നോക്കാതെ വ്യക്തികളായി കാണാൻ കഴിയണം. കാരണം സ്ത്രീ ആയതു സ്ത്രീയുടെ കുഴപ്പമോ വലിയ അഭിമാനമോ അല്ല. പുരുഷനായാലും അങ്ങനെ തന്നെയാണ്. പരസ്പരം ബഹുമാനമാണ് വേണ്ടത്. പുരുഷന്മാരെ കുറ്റം പറയുന്ന സ്ത്രീകളുടെ വീട്ടിലും പുരുഷന്മാരുണ്ട്. അവരുടെ അച്ഛനോ അവരുടെ സഹോദരനോ ഭർത്താവിനോ സുഹൃത്തിനോ എതിരെ വ്യാജ വാർത്തകൾ വരികയാണെങ്കിൽ അവർ എന്തു ചെയ്യും? അപ്പുറത്ത് നിൽക്കുന്ന സ്ത്രീകളെ സപ്പോർട്ട് ചെയ്യുമോ? അതാണ് നോക്കേണ്ടത്. പണ്ട് ഏതോ ഒരു കവി എഴുതിയിരുന്നു, സ്ത്രീ ദുർബലയാണ്, സ്ത്രീക്ക് മാത്രമേ കരയാൻ പറ്റുകയുള്ളൂ എന്ന്. പക്ഷെ അങ്ങനെയല്ല. സ്ത്രീക്കാണ് ഏറ്റവും കൂടുതൽ വിൽ പവർ ഉള്ളത്. ജഡ്ജ്മെന്റ് എടുക്കുവാൻ കഴിവുള്ളതും സ്ത്രീക്ക് തന്നെയാണ്. പുരുഷന്മാർക്കും ഇമോഷൻസ് ഉണ്ട്. അതേസമയം ഈഗോ എന്ന് പറയുന്ന ഒരു സാധനവുമുണ്ട്. ഇവർ കരഞ്ഞു കഴിഞ്ഞാൽ ഈ സൊസൈറ്റി അവരെ പെൺകൊന്തനാകുമെന്ന വ്യാജ പ്രചാരണം വെച്ചിട്ടുണ്ട്. ഒരാളെ എങ്ങനെ 9 പ്രാവശ്യമൊക്കെ പീഡിപ്പിക്കാൻ പറ്റും? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് ഒരു ഫാഷനാണിപ്പോൾ. ഒരു പുരുഷൻ ഒരു സ്ത്രീയെ റൂമിൽ കയറ്റുകയാണെങ്കിൽ കുർബാന ചൊല്ലാൻ വേണ്ടിയല്ലല്ലോ. കൊച്ചുകുട്ടികൾക്ക് വരെ ഇതെല്ലാം അറിയാവുന്ന കാര്യമാണ്. ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെയും അതേ വ്യക്തിയുടെ കൂടെ തന്നെ പോയിട്ട് എന്നെ പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എന്തിനാണ്? രണ്ടുപേരും തൻ്റെതായ സുഖവും സന്തോഷവും അനുഭവിച്ച് ഗിഫ്റ്റുകളും എല്ലാം വാങ്ങിയിട്ട് പീഡിപ്പിച്ചു എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു സാധാരണക്കാരൻ പ്രണയിക്കുന്നു. പല കാരണങ്ങൾ കൊണ്ട് ആ ബന്ധം തകരുന്നു. വർഷങ്ങൾക്കു ശേഷം അയാൾ സൊസൈറ്റിയിൽ പ്രശസ്തനാകുന്നു. ആ സമയത്ത് 10-20 വർഷം മുമ്പുണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിൽ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു വരും. അങ്ങനെ ഒരു ഫാഷൻ ഇന്നത്തെ കാലഘട്ടത്തുണ്ട്. ന്യായം എവിടെയുണ്ട്? അന്തസ്സുള്ള സ്ത്രീകൾക്കും സെൽഫ് റെസ്പെക്ട് ഉള്ള സ്ത്രീകൾക്കും നിയമപ്രകാരമുള്ള നീതി കിട്ടുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതെന്നും മായ പറയുന്നു. നടിയുടെ വാക്കുകൾ വൈറലായതോടെ താരത്തിന്റെ കാഴ്ചപ്പാടിനെ അനുകൂലിച്ചാണ് കമന്റുകളേറെയും. വനിതാ കമ്മീഷൻ വന്നപ്പോൾ ഒരു പുരുഷനും എതിർത്തില്ല. അപ്പോൾ ഒരു പുരുഷ കമ്മീഷൻ വരുന്നത് എന്തിനാണ് എതിർക്കുന്നത്? ഇതിൽ നിന്ന് തന്നെ എല്ലാം വ്യക്തമാണ് എന്നാണ് ചിലർ കുറിക്കുന്നത്. പുരുഷ കമ്മീഷൻ വേണമെന്ന ആവശ്യവുമായി ആദ്യം രംഗത്ത് എത്തിയവരിൽ ഒരാൾ രാഹുൽ ഈശ്വറാണ്. വിമർശനങ്ങളെ ഭയന്ന് ചിലർ സമയത്തെ ആയുധവൽക്കരിക്കുകയാണെന്നും അതിനാൽ പുരുഷ കമ്മീഷൻ വേണമെന്നുമാണ് രാഹുലിന്റെ ആവശ്യം.